വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ആരെയും കാത്തു നിൽക്കണ്ട. എന്നിലുള്ള വിശ്വാസം എത്രത്തോളം കൂട്ടാൻ സാധിക്കുമോ അത് നമ്മൾ തന്നെ പങ്കെടുപ്പിക്കണം. അതായത് റീഇഗ്നേറ്റീവ് എന്ന പ്രോഗ്രാമാണ്. മനോജ് സാറ് നമ്മളെ വീണ്ടും വീണ്ടും കത്തിക്കുകയാണ്. കത്തിക്കണമെങ്കിൽ അതിന് കനല് വേണം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓരോരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും നമുക്ക് കത്തിക്കാനുള്ള ഫയർ നമ്മളെ കയ്യിൽ വേണം. ആ ഫയറാണ് പ്രോഗ്രാമിലൂടെ നമുക്ക് കിട്ടുന്നത്. അഥവാ ഓരോരോ പ്രോഗ്രാമുകളും വ്യത്യസ്തമാണ്. രാവിലത്തെ ഹൈഫ്ലേസ് മീറ്റിംഗിൽ കിട്ടുന്ന ചാർജ് അല്ല ഒരു BOP-യിലോ അല്ലെങ്കിൽ BOP-യിൽ കിട്ടുന്ന ചാർജ് അല്ല നമ്മുടെ GTS-ൽ കിട്ടുന്നത്. GTS-ൽ കിട്ടുന്ന ചാർജ് അല്ല നമ്മളെ വലിയ വലിയ പ്രോഗ്രാം നമ്മുടെ മനോജ് സാറ് നേരിട്ട് നടത്തുന്ന അപ്പൊ മലപ്പുറത്ത് വരാൻ പോകുന്ന വെരി ബ്ലാസ്റ്റ് പോലുള്ള വലിയ വലിയ പ്രോഗ്രാമുകൾ. ഓരോരോ പ്രോഗ്രാമുകളും ഓരോരോ ട്രാൻസ്ഫോമറുകളാണ്. നമ്മളെ വോൾട്ടേജ് കൂട്ടാനും നമ്മളെ ഫയറിനെ കൂട്ടാനുള്ള ഓരോ ട്രാൻസ്ഫോമറുകളാണ് നമ്മുടെ ഓരോരോ പ്രോഗ്രാമുകളും. അപ്പോ അതിന്റെ വലുപ്പത്തിനനുസരിച്ചും ആളുകളുടെ എണ്ണത്തിനനുസരിച്ചും അത് കണ്ടക്ട് ചെയ്യുന്ന ലീഡേഴ്സിനെയും അവിടെ പങ്കെടുക്കുന്ന ലീഡേഴ്സിന്റെയും അളവിനനുസരിച്ച് അവിടെ അത് വലുതായി നല്ല രീതിയിലുള്ള ട്രാൻസ്ഫോമറുകളായിട്ട് മാറും. അഥവാ നമ്മൾ ഓരോരോ ട്രാൻസ്ഫോമർ, ഇപ്പോ ടേപ്പ് റെക്കോർഡിന്റെ ഒക്കെ ഉള്ളിൽ ചെറിയ ചെറിയ ട്രാൻസ്ഫോമർ ഉണ്ടാവും 12 വോൾട്ടിന്റെ. ഞാൻ ആ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ട് പറയാണ്. അതുപോലെ തന്നെ ചാർജിങ് ചെയ്യുന്ന വലിയ 24 വോൾട്ടിന്റെ ട്രാൻസ്ഫോമർ ഉണ്ടാവും. അതുപോലെ തന്നെ വലിയ ട്രാൻസ്ഫോമറിന്റെ 230 kV, അതുപോലെ തന്നെ 10,000 kV ഒക്കെ വലിയ വലിയ ട്രാൻസ്ഫോമറുകൾ ഉണ്ടാവും. ഓരോരോ പ്രോഗ്രാമുകളും ഓരോരോ ട്രാൻസ്ഫോമറുകളാണ്. അവിടെ നിന്ന് കിട്ടുന്ന അറിവും വിശ്വാസവും ചാർജിങ് ഒക്കെ അതിൻ്റെതായ തോതനുസരിച്ച് കൂട്ടും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂട്ടർമാരും എല്ലാ പ്രോഗ്രാമുകളിലും നിർബന്ധമായിട്ടും പങ്കെടുക്കണം. പ്രോഗ്രാമുകളിൽ പങ്കെടുത്തില്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ ഇതിൽ നിന്ന് ഔട്ടാവും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായിട്ട് നമ്മളെ വിശ്വാസം കൂട്ടാന്, നമ്മളിലുള്ള വിശ്വാസം കൂട്ടാനും നമ്മുടെ ടീമിന്റെ വിശ്വാസം കൂട്ടാനും പ്രോഗ്രാമുകളിൽ മാക്സിമം പങ്കെടുപ്പിക്കുക. എന്റെ ഓർഗ് 1-ൽ നിന്നും ഓർഗ് 2-ൽ നിന്നും എത്ര പേരാണ് ഈ ഹൈഫ്ലേസിൽ കയറിയിരിക്കുന്നത്, അതാണ് എന്റെ വരുമാനം. ഇവര് ആദ്യം ഒരു 10 പ്രാവശ്യം നമ്മൾ വിളിച്ച് പങ്കെടുപ്പിക്കേണ്ടി വരും. പിന്നീട് അവരെ കെയർ ഓഫിൽ ഒരുപാട് ആളുകൾ അവർ തന്നെ പങ്കെടുപ്പിക്കും. അതാണ് ഈ ബിസിനസ്. ലേൺ, ഡു, ടീച്ച്. ആദ്യം നമ്മൾ പഠിക്കുക, ചെയ്യുക, പഠിപ്പിക്കുക. അതിനുവേണ്ടി ഒരു ടീം വർക്കാണ്. ആരാണോ പങ്കെടുക്കാത്തത് അവരെ നേരിട്ട് പോയി കണ്ട് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് ഇതിനുള്ള വിശ്വാസം അവരിലേക്ക് മാറ്റിക്കൊടുത്തുകൊണ്ട് പ്രോഗ്രാമുകളിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് എല്ലാ നെഗറ്റീവുകളും പോസിറ്റീവ് ആക്കിക്കൊണ്ട് നമുക്കിതിൽ നല്ലൊരു ലീഡറാക്കി മാറ്റാൻ സാധിക്കും. ഒരാളെ 5,000-നോ 10,000-നോ 15,000-നോ ജോയിൻ ചെയ്യിപ്പിക്കാനല്ല പണി. അവരെ സിസ്റ്റമായി കണക്ട് ചെയ്തുകൊണ്ട് നിരവധി ലീഡേഴ്സിനെ ഹോൾഡ് ചെയ്യുന്ന ഒരു ലീഡറാക്കി മാറ്റാന്, അഥവാ ഒരു എഞ്ചിനാക്കി മാറ്റാനാണ് നമ്മൾ തീരുമാനമെടുക്കേണ്ടത്. ഓരോരോ ലീഡേഴ്സിനെയും ഇന്ന് ജോയിൻ ചെയ്ത ആളാണെങ്കിൽ വരെ നിരവധി ലീഡേഴ്സിനെ നയിക്കുന്ന ഒരു നായകനാക്കി, ഒരു പവർഫുൾ ലീഡറാക്കി മാറ്റാൻ പ്രോഗ്രാമുകളിൽ നിർബന്ധമായിട്ട് നമ്മൾ അവരെ പങ്കെടുപ്പിക്കണം. ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടാകും. ചിലപ്പോൾ വണ്ടിക്കൂലി വേണ്ടി വരും. അവിടെ ഹോളിൽ കയറാൻ BOP ഒക്കെ ആണെങ്കിൽ 30 രൂപ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വലിയ വലിയ പ്രോഗ്രാമുകൾക്ക് അതിൻ്റെതായ ചെലവുകൾ ഉണ്ടാകും. അതൊക്കെ ഇതിൽ വേണ്ട ഇൻവെസ്റ്റ്മെന്റ് ആണ്. എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളും നിങ്ങൾ എഴുതി വെച്ചോളൂ ഒരു ഡയറി എടുത്തുകൊണ്ട്. എന്നാൽ ഈ വർഷം നമ്മൾ ഈ സക്സസ് ആകുന്ന 2 to 5 years 5 കൊല്ലത്തിന്റെ ഇടക്ക് മൊത്തം ചെലവുകൾ നമ്മൾ കണക്ക് എഴുതി വെച്ചാൽ പോലും ഒരാഴ്ചയിൽ 2,10,000 കിട്ടുന്ന ഒരു ബിസിനസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2,10,000 ഒരു പ്രാവശ്യം കിട്ടിയാൽ തന്നെ ഈ എല്ലാ ചെലവുകളും അതോടുകൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന ഈ പ്രോഗ്രാമിന്റെ, നമ്മൾ ചെയ്യുന്ന ഈ മേഖലയുടെ വളർച്ച വളരെ ശക്തമായ വളർച്ചയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് സ്വന്തത്തിലുള്ള വിശ്വാസമാണ്. അത് നമ്മൾ എത്രത്തോളം കൂട്ടാൻ സാധിക്കുമോ അത്രത്തോളം നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുക. പങ്കെടുക്കുന്ന പ്രോഗ്രാമുകളിൽ എഴുതിയെടുക്കുന്ന ശീലം നമുക്കുണ്ടായിരിക്കണം. ഏത് പ്രോഗ്രാം ആണെങ്കിലും നമ്മളെ കയ്യിൽ ഒരു ഡയറിയും പേനയും വേണം. കാരണം ഇത് ഞാൻ മാത്രം കൊണ്ട് നടക്കേണ്ട പ്രോഗ്രാം അല്ല. ഇന്ന് ഞാനൊരു ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ നാളെ ആയിരക്കണക്കിന് ആളുകളെ നയിക്കാനുള്ള ഒരു വലിയ വലിയ ലീഡറായിട്ട് NTC-യും അതുപോലെ തന്നെ CTC-യും ITC-യും ഒക്കെ ആകേണ്ട ഒരു ലീഡറാണെന്ന ബോധത്തോടു കൂടി വെറി സ്റ്റാർ ആയ ആള് വരെ വർക്ക് ചെയ്യണം. അതിന് ഈ കാര്യങ്ങൾ നമ്മൾ എഴുതിയെടുക്കണം. അപ്പോഴേ നമുക്ക് ഇങ്ങനെയുള്ള ലീഡർഷിപ്പിലേക്ക് വളരാനും
ഒരുപാട് ആളുകൾക്ക് അറിവും വിശ്വാസവും പകർന്നു കൊടുക്കുന്ന ലീഡറായിട്ട് മാറാൻ നമുക്ക് സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും എഴുതിയെടുക്കുന്ന ശീലം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഈ കമ്പനിയിൽ നമുക്ക് വിശ്വാസം വേണം. അതുപോലെ നമ്മൾ ചെയ്യുന്ന ഈ പ്രൊജക്റ്റിൽ അഥവാ നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് വിശ്വാസം വേണം. അഥവാ ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് നമ്മളെ നെറ്റ്വർക്കിലൂടെ, അതുപോലെ യൂട്യൂബിലും, അതുപോലെ ഫേസ്ബുക്കിലും മറ്റുള്ള ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിവുകൾ ലഭിക്കാൻ സാധിക്കും. അഥവാ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ആണ്. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ തന്നെ അതിന്റെ അർത്ഥമുണ്ട്. അതായത് ഡയറക്റ്റ് ആയിക്കൊണ്ട് ഉൽപ്പന്നം ആളുകളിലേക്ക് എത്തിക്കുക. എല്ലാവരും ഉപഭോക്താവാണ്, എല്ലാവരും കസ്റ്റമറാണ്. നമ്മൾ ആരും വീട്ടിൽ ഒന്നും നിർമ്മിക്കുന്നില്ല, ഒക്കെ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നാൽ നിലവിൽ നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളൊക്കെ ഒരുപാട് ആളുകളിലേക്ക് വരുമാനം കൊടുത്തുകൊണ്ടാണ് നമ്മൾ വാങ്ങുന്നത്. ഇനി നമ്മളൊരു സോപ്പ് വാണെങ്കിലും, അതുപോലെ തന്നെ ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെ ഒരു 10 രൂപന്റെ ബിസ്ക്കറ്റ് വാങ്ങുകയാണെങ്കിൽ വരെ 4 രൂപന്റെ ബിസ്ക്കറ്റ് ആണ് നമ്മളെ കയ്യിൽ കമ്പനി തരുന്നത്. ബാക്കിയുള്ള 6 രൂപയും ഒരുപാട് ഇടനിലക്കാരിലേക്കാണ് പോകുന്നത്. അതിൽ ഹോൾസെയിലർ ഉണ്ടാകും, സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഉണ്ടാവും, CNF ഏജൻസി ഉണ്ടാവും, അതുപോലെ പരസ്യക്കാരുണ്ടാകും. നമ്മൾ ജനിക്കുന്ന അന്ന് മുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന പരസ്യം, എന്നോ റെക്കോർഡ് ചെയ്ത പരസ്യം വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുന്ന, ഇതൊക്കെ ഒരുപാട് സിനിമാ നടന്മാർക്കും സിനിമാ നടിമാർക്കും കളിക്കാർക്കൊക്കെ കാശ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഉൽപ്പന്നങ്ങളൊക്കെ വാങ്ങുന്നത്. എന്നാൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നിരവധി സാധുക്കളായ ആളുകളിലേക്ക്, എന്നെ പോലുള്ള മദ്രസ ഉസ്താദുമാരിലേക്കും, അതുപോലെ തന്നെ ഒരുപാട് പാവങ്ങളായ വീട്ടമ്മമാർക്കും, നിത്യ ജീവിതത്തിന് വേണ്ടി ജോലിയെടുക്കുന്ന കൂലിപ്പണിക്കാരിലേക്കൊക്കെ ഈ 60% നൽകിക്കൊണ്ടാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലൂടെ നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ചെയ്യുന്നത് ചാരിറ്റിയും കൂടിയാണ്, വെറും ബിസിനസ് അല്ല. ഒരുപാട് സാധാരണക്കാരായ ആളുകളിലേക്ക് 500 രൂപ മുതൽ ലക്ഷങ്ങൾ വരുമാനം എത്തിച്ചു കൊടുക്കുന്ന ഒരു മേഖലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതേ സീരിയസോടുകൂടി നമ്മൾ ചെയ്യുന്ന ഇൻഡസ്ട്രിയെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്നത് ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലൊരു കാര്യത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ടോപ്പ് 10 ബെസ്റ്റ് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി എന്ന് നമ്മൾ ഇന്റർനെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ആ 10 എണ്ണത്തിലെ ആദ്യത്തെ കമ്പനിയാണ് നമ്മുടെ MA ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് കമ്പനി. ഈ കമ്പനിയിൽ നമുക്ക് വിശ്വാസം വേണം. നമ്മുടെ കമ്പനിയുടെ ഓണർ പറഞ്ഞത് എന്താ വെച്ചാല്, ഈ അംബാനി, അദാനി തുടങ്ങിയ ആളുകൾക്ക് സ്വയം കോടീശ്വരന്മാരാവുമെങ്കിൽ ഞാൻ ചെയ്യുന്നത് നിരവധി കോടീശ്വരന്മാരെ സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നിരവധി കോടീശ്വരന്മാരെ സൃഷ്ടിക്കുന്ന സമയത്ത് നമ്മളും ഒരു കോടീശ്വരനാകണം. നമ്മുടെ ടീമിൽ ഒരുപാട് കോടീശ്വരന്മാരെ നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കണം. അതുകൊണ്ട് തന്നെ 500 രൂപ മുതൽ 5000, 10000, 25,000 ആഴ്ച വരുമാനം വാങ്ങുന്ന 35,000 ലക്ഷങ്ങൾ വരെ വരുമാനം വാങ്ങുന്ന ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. സക്സസ് ബറിയിൽ തന്നെയുണ്ട്. 2,10,000 വാങ്ങിയ നിരവധി ആളുകൾ നമ്മുടെ ടീമിൽ തന്നെയുണ്ട്. അതൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഈ കമ്പനിയിലും അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റത്തിലും ഒക്കെ നമുക്ക് അടിയുറച്ച വിശ്വാസം വേണം. ഒരു അണു അളവ് നമുക്ക് കുറഞ്ഞു പോകാൻ പാടില്ല. എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മളെ വീട്ടിലൊക്കെ നമുക്ക് ഭാര്യമാരും അതുപോലെ തന്നെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരുണ്ട്. ഒരു 50% അവരെ നമുക്ക് വിശ്വാസമുള്ളൂ എങ്കിൽ ഒരിക്കലും ആ കുടുംബം സന്തോഷത്തിൽ മുന്നോട്ട് പോകൂല. നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ പ്രയാസമാകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ വിശ്വാസം, നമ്മുടെ ബിസിനസ്സിലുള്ള വിശ്വാസം അതുപോലെ തന്നെയാണ്. 100% നമുക്ക് ഇതിന് വിശ്വാസം വേണം. കമ്പനിയിലും അതുപോലെ സ്വന്തത്തിലും അതുപോലെ നമ്മുടെ പ്രൊജക്റ്റിലൊക്കെ നമുക്ക് വിശ്വാസം വേണം. അതുപോലെ തന്നെ മറ്റൊരു വിശ്വാസം വേണ്ടത് നമ്മുടെ സിസ്റ്റത്തിലാണ്. സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ, അഥവാ ഇന്ന് ഡയറക്റ്റ് സെല്ലിംഗ് ആണ് നമ്മുടെ ഏറ്റവും ഉയർന്ന കമ്പനിയിൽ മൈ ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഇന്ന് ഏറ്റവും ഫാസ്റ്റ് ആയിക്കൊണ്ട് ITC എന്ന റാങ്കിൽ എത്തി നിൽക്കുന്ന നമ്മുടെ സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷൻ, പ്രത്യേകിച്ചും മനോജ് സാർ ആൻഡ് ലത മാഡം. ഇതിന് തൊട്ട് മുകളിലുള്ള അപ്പലൈനാണ് മുബീൻ സാറ്. മുബീൻ സാർ നേരിട്ട് നയിക്കുന്ന ടീമാണ് സക്സസ് ബറി ഗ്ലോബൽ എന്ന നമ്മുടെ ഓർഗനൈസേഷൻ. അതും നമ്മുടെ ഒരു ഭാഗ്യമാണ്. അതിലും നമുക്ക് വിശ്വാസം വേണം. നമുക്ക് തകരാൻ വേണ്ടിയിട്ട് ഒന്നും നമ്മുടെ സക്സസ് ബറി പറയുകയില്ല, നമുക്ക് കാണിച്ചു തരൂല. അതുകൊണ്ട് തന്നെ 100% SBGയിലും മനോജ് സാറിലും ലതാ മാഡത്തിലും നമുക്ക് വിശ്വാസം വേണം. ആരൊക്കെ ഈ മുബീൻ സാറിന്റെയും അതുപോലെ തന്നെ മനോജ് സാറിന്റെയും ലതാ മാഡത്തിന്റെയും കൈ മുറുകെ പിടിച്ചിട്ടുണ്ടോ അവരൊക്കെ ഇതിൽ വിജയിച്ചിട്ടുണ്ടാകും. ഇതൊരു തണൽ മരമാണ്. ഈ തണൽ മരത്തിന് അടിവേരുണ്ട്.
അതുകൊണ്ട് തന്നെ ഈ അടിവേരുള്ള തണൽമരത്തിന്റെ ചുവട്ടിൽ ആരൊക്കെ സിസ്റ്റം ഫോളോവർ ആയിക്കൊണ്ട് ഉറച്ചു നിൽക്കുന്നുണ്ടോ അവർക്കൊക്കെ ഇതിൽ 100% വിജയം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം നമ്മൾ വേണം. സക്സസ് ബറിയെ കുറിച്ചുള്ള വിശ്വാസം വേണം. നമ്മൾ ഇതിൽ നിന്ന് മുറിഞ്ഞു പോയ ചില കൊമ്പുകളൊക്കെ ഉണ്ട്. ഞാനാണ് സിസ്റ്റം, എനിക്ക് തന്നെ സിസ്റ്റം കൊണ്ടു നടക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അഹങ്കാരം ഉള്ളിൽ കയറിക്കൊണ്ട് ആരൊക്കെ പുറത്തു പോയിട്ടുണ്ടോ ആ കൊമ്പിൽ ആരും പിടിച്ചു തൂങ്ങരുത്. അത് കുറച്ചു കഴിഞ്ഞാല് ഉണങ്ങിപ്പോവും. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, നിർബന്ധമായും അടിവേരുള്ള സക്സസ് ബറി ഗ്ലോബൽ എന്ന ഓർഗനൈസേഷനിൽ എല്ലാവരും അടിയുറച്ചു നിൽക്കുക. അതിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് തെറ്റായിക്കൊണ്ട് നമുക്ക് തകർച്ചയ്ക്ക് വേണ്ടി ഒന്നും പറയില്ല. നമ്മുടെ രക്ഷിതാവ് മാതാപിതാക്കളാണ് മനോജ് സാറും അതുപോലെ തന്നെ ലതാ മേഡവും. ഇവര് പറയുന്നത് 100% വിശ്വസിച്ചുകൊണ്ട് സിസ്റ്റം ഫോളോവർ ആയിക്കൊണ്ട് ആരൊക്കെ നിൽക്കുന്നുണ്ടോ അത് എല്ലാവരും വിജയിച്ചിട്ടുണ്ടാകും. അഥവാ ഇത് സക്സസിലേക്ക് പോകുന്ന ഒരു കപ്പലാണ്. ഈ കപ്പലിൽ ആരൊക്കെ കയറിയിട്ടുണ്ടോ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തുമ്പോൾ ITC ആകുമ്പോൾ നമ്മളും ITC ആകും. അതുപോലെ തന്നെ ഡയമണ്ട് ആകുമ്പോൾ നമുക്കും ഡയമണ്ട് ആകാം. മുബീൻ സാറ് 1.5 കോടിയൊക്കെ മാസത്തിൽ വാങ്ങുന്നുണ്ടെങ്കിൽ ഇന്ന് ജോയിൻ ചെയ്ത ആളുകൾക്ക് വരെ ഈ സിസ്റ്റം ഫോളോവർ ആയി കഴിഞ്ഞാൽ, ഈ സിസ്റ്റത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് വർക്ക് ചെയ്യാൻ സാധിച്ചാൽ എല്ലാവർക്കും ആഴ്ചയിലും മാസത്തിലൊക്കെ കോടികൾ വാങ്ങാൻ പറ്റും. അത് വാങ്ങി കാണിച്ചു തന്ന ലീഡർമാരാണ് നമ്മൾ കൈപിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റത്തിൽ നിന്ന് ആരും പുറത്തു പോകരുത് എന്നാണ് വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത്. സിസ്റ്റത്തിൽ 100% നമുക്ക് വിശ്വാസം വേണം. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മുടെ അപ്ലൈനിൽ വിശ്വാസം വേണം. ഓരോരുത്തരെയും ഇവിടെ കൊണ്ടുവന്ന അപ്ലൈനുകൾ ഉണ്ടാകും. അവര് ചിലപ്പോ വെറി സ്റ്റാർ ആയിരിക്കും, ചിലപ്പോ കൊണ്ടുവന്ന ആള് ചിലപ്പോ TC ഒക്കെ ആയിട്ടുണ്ടാകും. എന്നാലും നമുക്ക് ഈ നല്ലൊരു അവസരം കാണിച്ചു തന്നു എന്ന നിലക്ക് അപ്ലൈനെ നമ്മൾ ബഹുമാനിക്കണം. അവരെ നമ്മൾ ഒരിക്കലും മോശമാക്കി കാണാൻ പാടില്ല. ഇന്ന് വെറി സ്റ്റാർ ആണെങ്കിൽ ചിലപ്പോ അപ്ലൈൻ നാളെ നമ്മളൊക്കെ മുകളിലേക്ക് ഉയരാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അവരൊക്കെ കാണിച്ചു കൊടുത്തുകൊണ്ട് എഡിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കണം. ഒരിക്കലും അപ്ലൈനിനെ മോശമാക്കി കാണാൻ പാടില്ല. എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ ഇതിൽ കോടീശ്വരന്മാരാണ്. അവർക്ക് വേണ്ട അറിവും കഴിവും വിശ്വാസവും ഒക്കെ നമുക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അപ്ലൈനിനെ എഡിഫൈ ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും ബിസിനസ് ചെയ്താൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. ഓരോരോ അപ്ലൈനിനെയും അതിൻ്റെതായ രൂപത്തിൽ നമ്മൾ ഫോളോവർ ആകണം. കാരണം നമുക്ക് പരാജയപ്പെടാൻ വേണ്ടി ഒരു കാര്യവും നമ്മുടെ അപ്ലൈൻ ചെയ്യുകയില്ല, നമുക്ക് പറഞ്ഞു തരികയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വിജയിച്ചാലാണ് നമ്മുടെ അപ്ലൈനും വിജയിക്കുള്ളൂ. ഇതൊരു ടീം വർക്കാണ്. ആ ടീമിൽ ആരൊക്കെ നിൽക്കുന്നുണ്ടോ അവരൊക്കെ ഇതിൽ വിജയിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അപ്ലൈനെ എഡിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കണം. അപ്ലൈനും ശ്രദ്ധിക്കണം. എന്റെ ടീമിലേക്കും അതുപോലെ തന്നെ എന്റെ ബിസിനസ്സിനും മോശമാകുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാകരുത്. അപ്ലൈൻ നല്ല നല്ല എഡിഫൈ ഡൗൺലൈനുകളൊക്കെ നല്ല നല്ല എഡിഫൈ ചെയ്തുകൊണ്ട് ഒരു അപ്ലൈൻ നല്ല ഉയർന്നു വരുന്ന സമയത്ത് റാങ്കും അതുപോലെ തന്നെ ടീമിലുള്ള സ്ഥാനവും ഒക്കെ ഉയർന്നു വരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും അത് തകർക്കുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റവും നമ്മിൽ നിന്നുണ്ടാകരുത്. അഥവാ 3 നെവേഴ്സ് എന്ന് പറയും. അഥവാ നമുക്ക് വേണ്ട 3 നെവേഴ്സുകൾ ഉണ്ട്. ഇതിൽ വിജയിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും ഇത് പരാജയപ്പെടാൻ ആകെ 3 കാര്യമുള്ളൂ. അത് ഒരിക്കലും നമ്മിൽ നിന്നും നമ്മുടെ ടീമിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല. അതിലൊന്നാണ് കടം, ഇടപാടുകൾ. ഈ ഇടപാടുകൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വേണ്ട കാശിന്റെ കാര്യമാണെങ്കിലും ഒക്കെ എഴുതി വെക്കണം. അത് കൊടുക്കുന്ന കാര്യം എഴുതി വെച്ചാൽ ആ സമയത്ത് തന്നെ നമ്മൾ കൊടുത്തു വീട്ടണം, അല്ലെങ്കിൽ അത് വാങ്ങാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മുടെ ടീമിൽ നിന്നും നമ്മുടെ ഈ ബിസിനസ് ചെയ്യുന്ന ആളുകളിൽ നിന്നൊക്കെ ഇടപാടുകൾ പരമാവധി നമ്മൾ ഒഴിവാക്കലാണ് ഏറ്റവും നല്ലത്. അതിലൂടെ നമുക്ക് ബിസിനസ് ഉയർത്താൻ സാധിക്കും. അതുപോലെ തന്നെ ആ ഇടപാടിൽ കോട്ടം വരുത്തിയാൽ നമ്മൾ എത്ര അപ്ലൈനെ എഡിഫൈ ചെയ്തിട്ടും കാര്യമല്ല, അവരെ മൈൻഡിലേക്ക് അത് കേറൂല. അതുകൊണ്ട് തന്നെ നമ്മൾ സിസ്റ്റത്തിൽ പറയുന്ന രൂപത്തിൽ ആ 3 നെവേഴ്സിൽ നിന്ന് നമ്മൾ ഒരിക്കലും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. ഇടപാടുകൾ കറക്റ്റ് ആയിരിക്കും. ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ഇന്ന സമയത്ത് തരാമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കൊടുക്കണം. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു 1000 2000 ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ അത് കൊടുക്കാമെന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ എത്ര എഡിഫൈ ചെയ്തിട്ടും കാര്യമില്ല, നമ്മൾ ആ ഡിസ്ട്രിബ്യൂട്ടറുടെ മൈൻഡിൽ അത് കയറുകയില്ല. അതുകൊണ്ട് നമ്മൾ ചില്ലുകൊട്ടാരം പോലെ ഉണ്ടാക്കുന്ന ആ വില, നമ്മുടെ ടീമിലുള്ള ഒരു വില നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നുണ്ടാവും. അതുകൊണ്ട് നല്ലവണ്ണം അത് ശ്രദ്ധിക്കണം. രണ്ടാമതായി, ഈ ആണും പെണ്ണുമുള്ള ബന്ധം. നമ്മളെല്ലാവരും അസംബ്ലിയിലൊക്കെ നമ്മൾ പ്രതിജ്ഞ പറയുന്നത് പോലെ നമ്മളെല്ലാവരും സഹോദരന്മാരാണ്.
ആങ്ങള പെങ്ങളമാരെ പോലെ തന്നെ കാണണം. മറ്റൊരു മൈൻഡോട് കൂടി ഒരു ഡിസ്ട്രിബ്യൂട്ടറെ, ചിലപ്പോൾ നമ്മളെ ബിസിനസ്സിൽ നല്ല നല്ല സുന്ദരന്മാരായ ആണുങ്ങളും സുന്ദരികളായ സ്ത്രീകളൊക്കെ വരും. അവരെയൊക്കെ നമ്മളൊരു ആങ്ങള പെങ്ങൾ പോലുള്ള ബന്ധത്തിലേ കാണാൻ പറ്റുള്ളൂ. ഒരിക്കലും ഓവറായിട്ട് അടുക്കാനോ അല്ലെങ്കിൽ ഓവറായിട്ട് വിട്ടു നിൽക്കാനോ പാടില്ല. നമ്മൾ എല്ലാവരും അത് നല്ലവണ്ണം നമ്മുടെ ടീമിൽ ശ്രദ്ധിക്കണം. അഥവാ എന്തെങ്കിലും ആ വിഷയത്തിൽ കോട്ടം തട്ടിക്കഴിഞ്ഞാൽ അതോടുകൂടി നമ്മുടെ ബിസിനസ് 100% തകർച്ചയിലേക്ക് പോകും. എത്ര വലിയ ലീഡർ ആണെങ്കിലും വേണ്ടില്ല, ഒരു ബെറിസ്റ്റാറിന്റെ വില പോലും അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ആ ആണ് പെണ്ണ് എന്നുള്ള ബന്ധം അത് കോട്ടം തട്ടുന്ന രൂപത്തിൽ നമ്മൾ ഒരിക്കലും നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ചും നമ്മുടെ കമ്പനിയൊക്കെ അതിന് ഒരുപാട് കാര്യങ്ങൾ തീരുമാനം എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മുടെ ID വരെ കട്ടാകുന്ന രൂപത്തിൽ അതിന് തെളിവ് സഹിതം നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഒരു മെയിൽ അയച്ചാൽ വരെ മതി, നമ്മുടെ ID വരെ ബ്ലോക്ക് ആകാൻ സാധ്യതയുണ്ട്. അത് ഒരിക്കലും നമ്മിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. മൂന്നാമതായിക്കൊണ്ട് ക്രോസ് ലൈൻ ബന്ധം സംസാരം, അതുപോലെ തന്നെ ഫോൺ വിളി, അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് താഴെ പോകും. നമ്മുടെ ടീമിൽ നമ്മൾ പർച്ചേസ് ചെയ്താൽ വോളിയം കയറുന്ന ആളുകൾ ആരൊക്കെയാണോ അതാണ് നമ്മുടെ അപ്പ് ലൈന്. നമ്മളെ താഴെയുള്ളവർ പർച്ചേസ് ചെയ്താൽ നമുക്ക് ആരിൽ നിന്നൊക്കെ വോളിയം കയറാൻ സാധിക്കും, അതാണ് നമ്മുടെ ഡൗൺ ലൈന്. ഇവരുമായി മാത്രമേ നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. അല്ലാതെ ബിസിനസ് കാര്യം സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് തകർന്നു പോകും. ഈ 3 കാര്യങ്ങളാണ് നമ്മുടെ ഇതിൽ ചെയ്യാൻ പാടില്ലാത്ത 3 നെവേഴ്സുകൾ. ഇത് ഒരിക്കലിൽ നിന്ന് നമ്മളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ സ്ത്രീകളുമായി സംസാരിക്കുന്ന സമയത്ത് മാക്സിമം രാത്രി 10 മണിക്ക് ശേഷം നമ്മൾ സംസാരിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഏത് സമയത്ത് സംസാരിക്കുകയാണെങ്കിലും 3 മിനിറ്റിൽ കൂടുതൽ ഈ ബിസിനസ്സുമായി നമ്മൾ സംസാരിക്കാൻ പാടില്ല. അതിലേറെ സംസാരിച്ചാൽ അവർക്കും തിരക്കുണ്ടാകും, നമുക്കും തിരക്കുണ്ടാകും. ഒരുപാട് നേരം ഒരാളിൽ തന്നെ സംസാരം പോയി കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വിളിക്കുന്ന സമയം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് 3 മിനിറ്റിൽ കൂടുതൽ ഒരാളും നമ്മൾ ഡൗൺലൈനുമായിട്ടും അതുപോലെ തന്നെ അപ്ലൈനുമായും ഫോണിലൂടെ സംസാരിക്കരുത്. നേരിട്ട് പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാം. അതുപോലെ തന്നെ ടീം മീറ്റിംഗ് വിളിക്കാം, അതുപോലെ തന്നെ NDO വിളിക്കാം. അതിലൊക്കെ നമുക്ക് ഒരുപാട് മണിക്കൂറുകൾ സംസാരിക്കാം. ഫോണിലൂടെ 3 മിനിറ്റ് മാത്രമേ നമ്മൾ സംസാരിക്കാൻ പാടുള്ളൂ. അതൊക്കെ നമുക്ക് ബിസിനസ്സിന് വേണ്ടിയുള്ള വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ക്രോസ് ലൈനുമായി നമ്മൾ ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ, ഈ ബിസിനസ്സുമായുള്ള കമ്മ്യൂണിക്കേഷൻ പാടില്ല. അല്ലാതെ ചായ കുടിച്ചോ, ചോറ് വിളിച്ചോ, കല്യാണത്തിന് വരുമോ, അങ്ങനെയൊക്കെ വിളിക്കാം. അല്ലാത്ത ഈ ബിസിനസ്സുമായിട്ടുള്ള സംസാരങ്ങളൊന്നും നമ്മൾ ഈ ക്രോസ് ലൈനുമായിട്ട് ഉണ്ടാവാൻ പാടില്ല. അതിലൂടെ നമ്മുടെ ബിസിനസ്സും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഇമേജ് ഒക്കെ തകരാൻ കാരണക്കാരനായി മാറും. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണം. അതായത് നമ്മൾ ഓരോ മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ഇതില് അഡീഷണൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊരു സൈഡായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ മറ്റുള്ള പണികളൊക്കെ ചെയ്യുന്നവരുണ്ടാകും. എല്ലാ പണികളും നമുക്ക് ചെയ്യാം, പക്ഷെ പ്രയോറിറ്റി ഈ ബിസിനസ്സിന് കൊടുക്കണം. നമ്മൾ ഏത് കാര്യത്തിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് അതേ വളരുള്ളൂ. ചില ആൾക്കാർ രാഷ്ട്രീയത്തിന് പ്രയോറിറ്റി കൊടുക്കും, അപ്പൊ രാഷ്ട്രീയം വളരും. ചില ആളുകൾ മതസംഘടനകൾക്ക് പ്രയോറിറ്റി കൊടുക്കും, അപ്പൊ അത് വളരും. അതിൽ വലിയ ലീഡറും അതിൽ വലിയ നേതാവൊക്കെ ആയിട്ട് മാറാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ചില ആളുകൾ മറ്റുള്ള ജോലികൾക്ക് പ്രയോറിറ്റി കൊടുക്കും, അപ്പോൾ അതേ വളരുള്ളൂ. എന്നാൽ ഇത് 2 to 5 കൊല്ലം ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീഡം കിട്ടും. പിന്നെ നമ്മൾ വരുമാനത്തിന് വേണ്ടി വേറൊരു മേഖലയും നമ്മൾ ചെയ്യേണ്ടി വരില്ല. അത് മനസ്സിലാക്കിക്കൊണ്ട് ആരൊക്കെ ഇതിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടോ, പ്രയോറിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് MA ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് സക്സസ് ബ്രേക്ക് ഗ്ലോബൽ വിളിക്കുന്ന സ്ഥലത്തേക്ക് ആരൊക്കെ വരുന്നുണ്ടോ, പങ്കെടുക്കുന്നുണ്ടോ, അതാണ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ. ഇന്നിപ്പോ ഹൈഫ്ലേസ് മീറ്റിംഗിൽ കയറുന്നതിന് പകരം മറ്റുള്ള ഏർപ്പാടിൽ ഏർപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കിടന്നുറങ്ങിക്കൊണ്ട് ഇതിനെ മൈൻഡ് ചെയ്യാതെ ആരൊക്കെ പിന്മാറുന്നുണ്ടോ അവർക്ക് ഇതിൽ പ്രയോറിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വർക്ക് എടുക്കുകയാണെങ്കിലും ഒരാളുടെ വർക്കിന് പോകുകയാണെങ്കിലും പ്രയോറിറ്റി ഇതിന് കൊടുത്ത ആളുകൾക്ക് വർക്ക് എടുത്താലേ റിസൾട്ട് കിട്ടുള്ളൂ. അവരുടെ ഉള്ളിൽ വിശ്വാസം വേണം. ഹൈഫ്ലേസിലും പങ്കെടുക്കുന്നില്ല, GTSലും പങ്കെടുക്കുന്നില്ല, BOPയിലും പങ്കെടുക്കുന്നില്ല, എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ വർക്ക് എടുത്തു കഴിഞ്ഞാൽ ക്ലോസിംഗ് നടക്കൂല. ക്ലോസിംഗ് നടക്കണമെങ്കിൽ ആദ്യം ആ കൊണ്ടുപോയ ആളുടെ തലയിൽ ഈ ബിസിനസ് കത്തണം. ബിസിനസ് കത്തിയ ആളുകളെ ക്ലോസിംഗ് നടക്കുള്ളൂ. കമ്പനി നല്ലതാണ്, പ്രൊഡക്റ്റ് നല്ലതാണ്, സിസ്റ്റം നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കാനേ ഒരു ലീഡർക്ക് സാധിക്കുള്ളൂ. പക്ഷെ ക്ലോസിംഗ് നടക്കേണ്ടത് ആ ഡിസ്ട്രിബ്യൂട്ടറാണ്.
ആ ഡിസ്ട്രിബ്യൂട്ടർ പറയണം എന്റെ കൂടെ നിന്നോ, ഞാൻ തീരുമാനമെടുത്തിട്ടുണ്ട്, എന്റെ കൂടെ നിന്നാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം എന്ന മനസ്സിൽ തട്ടിക്കൊണ്ടുള്ള വിശ്വാസം കൊടുക്കാൻ സാധിക്കുമോ? അതാണ് ക്ലോസിങ്. അത് നടക്കണമെങ്കിൽ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന ലീഡറുടെ കൂടെ വർക്ക് എടുക്കണം. അപ്പോഴേ നമുക്ക് ഇതിൽ ചാർജുള്ള ഒരു ടീമിനെ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണം. ഈ ബിസിനസിന് വേണ്ടി 2 to 5 കൊല്ലം ഇതിനു വേണ്ടി ആരൊക്കെ സമയം കണ്ടെത്തുന്നുണ്ടോ അവരൊക്കെ ഇതിൽ വിജയിക്കും. അതുകൊണ്ട് തന്നെ മറ്റുള്ള മേഖലകളിൽ നിന്നൊക്കെ ചെയ്യുന്നതിനെ കൂട്ടത്തിൽ പ്രയോറിറ്റി ഇതിനെ നമ്മൾ ചേഞ്ച് ആക്കി കൊടുത്തുകൊണ്ട് ഇതിന് സമയം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതിൽ വിജയിക്കാൻ സാധിക്കും. ചില ആളുകളെ കുറിച്ച് ഞാൻ കാണുമ്പോൾ വളരെ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഒരുപാട് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിലൂടെ ഒരുപാട് സമയങ്ങൾ കളഞ്ഞുകൊണ്ട് ഈ ബിസിനസ്സിലേക്ക് വിളിക്കുന്ന സമയത്ത് എനിക്ക് സമയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന് ഒരുപാട് അവസ്ഥകള്. അവർ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് കുറെ ആളുകള്, എന്നിട്ട് ഹോട്ടൽ പൂട്ടി. ഇപ്പൊ ഹോട്ടലും ഇല്ല, അതുപോലെ ജോലിയില്ല, ആകെ പ്രയാസപ്പെട്ട് പ്രശ്നത്തിലായിക്കൊണ്ട് നിൽക്കുന്ന ഈ സമയത്ത് നമുക്കൊക്കെ ആഴ്ച വരുമാനം മദ്രസ സമയത്ത് 6000 രൂപക്ക് വരെ ജോലി ചെയ്ത മാസത്തിൽ ശമ്പളം വാങ്ങിയുന്ന എന്റെ അക്കൗണ്ടിലേക്ക് ആഴ്ച വരുമാനം 30,000, അതുപോലെ തന്നെ മാസ വരുമാനം ലക്ഷത്തിന്റെ അടുത്തൊക്കെ എത്തിയ എന്നെ പോലുള്ള ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മേഖലയിലേക്കാണ് നമ്മൾ സമയം ചെലവഴിക്കേണ്ടത്. ഇതിന് പ്രയോറിറ്റി കൊടുക്കാതെ ഞാൻ മദ്രസക്കും അതുപോലെ തന്നെ മറ്റുള്ള മേഖലയിലോ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇന്നും ഞാൻ പഴയ രൂപത്തിൽ തന്നെ പോകേണ്ടി വരും. അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവിടെ നടക്കുന്നത്. കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് കടം വാങ്ങിയും അങ്ങനെയൊക്കെ ഒപ്പിച്ച് ആ മാസം ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടെങ്കിൽ അന്ന് നമ്മൾ കടക്കാരനായി മാറും. പിന്നെ കടം വീട്ടാൻ വേണ്ടി വേറെ വർക്കിന് പോവുകയാണ്. എന്നാൽ ഈ മേഖല അങ്ങനെയല്ല. ആരൊക്കെ തീരുമാനമെടുത്ത ലീഡേഴ്സിനെ നമുക്ക് ഇതിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമോ അതിനു വേണ്ടി 2 to 5 കൊല്ലം ആരൊക്കെ സമയം കണ്ടെത്തുന്നു അവരൊക്കെ ഇതിൽ വിജയിക്കും. അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി ചേഞ്ച് ചെയ്യണം. നമ്മുടെ ബിസിനസ്സിനും സക്സസ് ബറി വിളിക്കുന്ന ഓരോരോ പ്രോഗ്രാമിനും സമയം കണ്ടെത്തിക്കൊണ്ട് സീരിയസ് ആയി ആരൊക്കെ ബിസിനസ് ചെയ്യുന്നുണ്ടോ അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഓണർഷിപ്പ് ഏറ്റെടുക്കണം. എന്റെ ഐഡിയ തൊട്ട് താഴെ വരുന്ന എല്ലാ ടീമിന്റെയും എല്ലാ ബെറിസ്റ്റാറും അതുപോലെ തന്നെ പുതിയ ഡിസ്ട്രിബ്യൂട്ടർ വരെ അവരുടെയൊക്കെ ലീഡറാണ് ഞാൻ എന്ന ബോധം നമുക്ക് എല്ലാവർക്കും വേണം. ആരൊക്കെ തീരുമാനമെടുത്തുകൊണ്ട് ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നുണ്ടോ എന്റെ ടീമിന്റെ എല്ലാ ഗിയറും അതുപോലെ തന്നെ സ്റ്റെയറിങ്ങും അതുപോലെ അതിന്റെ ബ്രേക്കൊക്കെ എന്റെ കയ്യിൽ തന്നെ വേണം. അപ്പോഴാണ് നമുക്കിത് വിജയിക്കാൻ സാധിക്കുള്ളൂ. ടീമിന്റെ ഉത്തരവാദിത്തം ഓണർഷിപ്പ് നമ്മൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെ എന്റെ ടീമിൽ എന്തൊക്കെ നടക്കണം, എന്റെ ടീമിൽ എത്ര ജോയിനിങ് വന്നു, പുതിയ ജോയിനിങ് എത്ര വന്നു, അതൊക്കെ ഒരു ലെഡ്ജർ ബുക്കിൽ നമ്മൾ എഴുതി വെക്കണം. പുതിയ NDO നടക്കുന്ന സമയത്ത് അവരെ നമ്മൾ വിളിക്കണം. ലീഡർ വിളിക്കും, ലീഡർ ട്രെയിനിങ് കൊടുക്കും, ലീഡർ പ്ലാൻ കൊടുക്കും, ലീഡർ ഫോളോ അപ്പ് ചെയ്യും, ലീഡർ ക്ലോസ് ചെയ്യും എന്ന് വിചാരിച്ച് ആരും മാറി നിൽക്കരുത്. ഞാനാണ് ഇതിലെ ലീഡർ എന്ന് ഉറച്ച വിശ്വാസം എന്റെ താഴെ വരുന്ന ഒരാളാണെങ്കിലും ആ ആളുടെ ലീഡർ ഞാനാണ് എന്ന ഉത്തരവാദിത്തം ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ടോ അവർക്ക് ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ടീമിന് എന്തൊക്കെ വേണം, എന്തൊക്കെ കുറവുകളാണ് എന്റെ ടീമിനുള്ളത് എന്ന് നമ്മൾ എഴുതി വെക്കണം. അത് ലീഡറോട് സംസാരിച്ചുകൊണ്ട് NDO എടുക്കാൻ പറ്റുന്ന ലീഡറെ അവിടെ സ്പോൺസർ ചെയ്തുകൊണ്ട് അവിടെ NDO എടുപ്പിക്കണം. അതുപോലെ തന്നെ ട്രെയിനിങ് ആണ് കുറവെങ്കിൽ ട്രെയിനിങ് എടുപ്പിക്കണം. എന്റെ ടീമിന്റെ ഉത്തരവാദിത്തം എന്നിലാണെന്ന 100% വിശ്വാസത്തോടു കൂടി ആരൊക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്, ഓണർഷിപ്പ് ഏറ്റെടുക്കുന്നുണ്ടോ അവർക്കൊക്കെ ഇതിൽ വിജയിക്കാൻ സാധിക്കും. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എത്തിപ്പെട്ടത് നല്ലൊരു കമ്പനിയിലാണ്, നമ്മൾ എത്തിപ്പെട്ടത് നല്ലൊരു സിസ്റ്റത്തിലാണ്, നമ്മൾ എത്തിപ്പെട്ടത് നല്ലൊരു ടീമിലാണ്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ ഉഷാറാകണമെങ്കിൽ നമ്മളും നന്നാവണം. നമ്മളും നന്നായി എന്ന 100% ബോധ്യം നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് ഇതിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എന്നെ കുറിച്ച് ഞാനൊന്ന് പറയാം. ഞാന് ഈ മേഖലയിൽ എത്തിപ്പെട്ടത് ഒരു പ്രൊഡക്റ്റിന്റെ റിസൾട്ടിലൂടെയാണ്. എന്റെ നാട്ടില് പാലിയേറ്റീവിന്റെ ഓഫീസിൽ ഒരു ഹെൽത്ത് ക്ലാസ് നടക്കുന്ന സമയത്ത് എന്റെ സുഹൃത്ത് അവിടേക്ക് ക്ഷണിച്ചു. അവിടെ നിഷാന്ത് സാറാണ് പ്ലാൻ പറയുന്നത്. ആ സമയത്ത് പ്ലാനൊക്കെ കേട്ട് എന്റെ മനസ്സിൽ പ്ലാനൊന്നുമല്ല, ഇതിലുള്ള പ്രൊഡക്റ്റുകൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പങ്കെടുത്തത്. അങ്ങനെ വെരിക്കോസ് വെയിനിന്റെ അസുഖമുള്ള 18ാമത്തെ വയസ്സ് മുതൽ ഓരോ ദിവസവും മരുന്നില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കാത്ത എനിക്ക് ഈ അവസരത്തിലൂടെ എന്റെ വെരിക്കോസ് വെയിൻ മാറി. 3.5 വർഷം മുമ്പ് ഒരു ബുക്ക് അട്ടിക്ക് വെച്ചാല്
ഒരു മാസത്തെ മരുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഫ്രീ ആയിട്ട് കിട്ടും. പ്രഷറും ഉണ്ടായിരുന്നു, വെരിക്കോസ് വെയിനും ഉണ്ടായിരുന്നു. അതിൽ നിന്ന് മാറ്റപ്പെടുത്തി ഇപ്പൊ 3.5 വർഷമായിട്ട് ഞാനും എന്റെ വൈഫും എന്റെ കുട്ടികളും ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാറില്ല. ഇതിലുള്ള പ്രൊഡക്റ്റിന്റെ റിസൾട്ട് ആണ്. 43 കവചപ്രാശം എന്റെ ടീമിൽ ഞങ്ങൾ ഉപയോഗിച്ചു. അതുപോലെ തന്നെ ഒരുപാട് പ്രൊഡക്റ്റുകൾ, 30ഓളം പ്രൊഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം കൂട്ടിയാലാണ് നമുക്ക് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയാണ്, എല്ലാവരും പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കുക. മാക്സിമം ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇത് വിൽക്കാൻ പറ്റുള്ളൂ. ഒരു 35,000 രൂപക്ക് ഉൽപ്പന്നം വാങ്ങുമ്പോൾ ഒരു 15,000 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കണം. അതായത് അത് വിത്തിനുള്ളതാണ്. അത് നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ വിത്തിനുള്ളത് കറി വെക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് ആരും തന്നെ ഉൽപ്പന്നം ഉപയോഗിക്കാതെ ബിസിനസ് ചെയ്യരുത്. നമ്മൾ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്കിത് വിൽക്കാൻ സാധിക്കുള്ളൂ. ഞാന് ഒരു ഇതിലുള്ള ഉൽപ്പന്നം എനിക്ക് എന്റെ അസുഖത്തിന് വേണ്ടി ഉൽപ്പന്നം വാങ്ങി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാനിത് സീരിയസ് ആയിട്ട് ബിസിനസ് ആയിട്ട് ഏറ്റെടുത്തപ്പോ എന്റെ വൈഫിന്റെ പേരിലും എന്റെ മകന്റെ പേരിലും 3 പേരുടെ പേരിലും 15 രൂപക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി 45,000 രൂപക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങി സ്റ്റാർട്ട് ചെയ്തു. അത് 2-3 ഹെൽത്ത് മീറ്റിംഗ് വെച്ചപ്പോ അതൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു. പിന്നെയും 1 ലക്ഷക്കണക്കിന് ഉൽപ്പന്നങ്ങൾ പിന്നെ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് പറയാനുള്ളത്, ഉൽപ്പന്നങ്ങൾ മാക്സിമം ഞങ്ങൾ ഉപയോഗിച്ചു. 30ഓളം ഉൽപ്പന്നങ്ങൾ ഇപ്പോഴും വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ കമ്പനിയിലുള്ള ഉൽപ്പന്നങ്ങൾ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങരുത്. അതൊക്കെ ഇപ്പൊ ടോയ്ലറ്റ് ക്ലീനർ ആണെങ്കിലും പാത്രം മോറുന്നതാണെങ്കിലും ഇതൊക്കെ നമ്മൾ ഉൽപ്പന്നം നമ്മൾ തന്നെ നമ്മളെ കമ്പനിയിലുള്ളത് വാങ്ങുക. നമ്മളിപ്പോ ഒരു ഹോട്ടൽ നടത്തുകയാണെങ്കിൽ ഈ ഹോട്ടലിലെ ചായ കുടിക്കാതെ പുറത്തൊരു ഹോട്ടലിൽ പോയി ചായ കുടിക്കുകയാണെങ്കിൽ അത് നമ്മളെ ബിസിനസ്സിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു ചണ്ടിത്തരം എന്ന് ഞാൻ അതിന് പറയുള്ളൂ. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മളെ കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കണം. എന്നിട്ട് അത് വിൽക്കാൻ ശ്രമിക്കുമ്പോഴേ നമുക്കിത് വിൽക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ നമ്മൾ നല്ല നല്ല ആളുകളെ ഫോക്കസ് ചെയ്തുകൊണ്ട്, അഥവാ ഒരു TC ആകാൻ പറ്റുന്ന ഒരാള്, ഒരു ലീഡർഷിപ്പിലേക്ക് കഴിവുന്ന ആള് നമ്മളെ ടീമിൽ ജോയിൻ ചെയ്താൽ, അയാളെ ഫോക്കസ് ചെയ്തുകൊണ്ട് വർക്ക് എടുത്താൽ അതിന്റെ ഗുണം അതിന്റെ മുകളിലുള്ള എല്ലാ ലീഡേഴ്സിനും കിട്ടും. അതുകൊണ്ട് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളെ താഴെ ഒരുപാട് ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുക. ലീഡർഷിപ്പിന്റെ ക്രിയേറ്റ് ചെയ്യുന്ന ഫാക്ടറിയാണ് ഓരോരോ ടീമുകളും. അതുകൊണ്ട് തന്നെ മാക്സിമം ബറീദ എന്ന ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മളെ താഴത്തുനിന്ന് ഒരുപാട് TCകളും ATCകളും DTCകളും അതുപോലെ തന്നെ STCകളും RTCകളും NTCകളും ഒക്കെ നമ്മുടെ ടീമിൽ നിന്ന് ഉണ്ടാവണം. അത് നമ്മൾ എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നമ്മൾ ബറീഡ എന്ന പ്രോഗ്രാമിൽ ഇപ്പൊ ഞാനൊരു STC ആണെങ്കിലും ഇൻഷാ അല്ലാഹ് RTC എന്ന റാങ്കിലൂടെ ഉയരുന്നുണ്ടാകും. ഞാൻ ഈ ബിസിനസ്സിൽ വരുന്ന സമയത്ത് എനിക്കൊരു സൈക്കിൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. സൈക്കിൾ ഉസ്താദ് എന്നാണ് എന്നെ വിളിക്കല്. സൈക്കിളുമലായിരുന്നു ഞാൻ മദ്രസയിലേക്ക് പോയിരുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, ഒരു പൊളിഞ്ഞൊരു ഓട്ടോറിക്ഷ. അതിൽ നിന്നൊക്കെ മാറ്റം വരുത്തി ഇതിൽ ഞാനിപ്പോ പുതിയൊരു 4 വീലർ ഒരു ആൾട്ടോ അച്ചീവ് ചെയ്തു. ഇൻഷാ അല്ലാഹ് അടുത്ത കാറ് ഞാൻ മാറ്റുന്നുണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും, നമുക്ക് വേണ്ട വീടും അതുപോലെ തന്നെ സാമ്പത്തിക ഫ്രീഡം, ഇതൊക്കെ ഇതിലൂടെ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവരും ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്വപ്നങ്ങളൊക്കെ എഴുതി വെച്ചുകൊണ്ട് വർക്ക് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, ടീമാണ്. ടീം വർക്കിലൂടെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം. ഇന്ന് ക്ലോസിംഗ് ആണ്, ഈ മാസത്തിലെ ആദ്യത്തെ ക്ലോസിംഗ് ആണ്, ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. മാക്സിമം നമ്മൾ ടാർഗറ്റ് വെച്ച റാങ്കിലേക്ക്, നമ്മൾ ടാർഗറ്റ് വെച്ച സ്വപ്നത്തിലേക്ക് അച്ചീവ് ചെയ്യാനുള്ള 1ാമത്തെ ക്ലോസിംഗ് ആണ്. മാക്സിമം എല്ലാവരും ക്ലോസിംഗിലേക്ക് നടന്നു നീങ്ങുക. അതുപോലെ തന്നെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുക. വർക്കുകളൊക്കെ നമ്മുടെ ഗ്രൂപ്പിലേക്ക് എല്ലാവരും സെൻഡ് ചെയ്യണം. കാരണം അതിലും ഒരു മോട്ടിവേഷൻ ഉണ്ട് നമ്മുടെ ടീമിനും, നമ്മുടെ ലീഡേഴ്സിനൊക്കെ. എന്റെ ടീം വർക്ക് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗ്രൂപ്പിലൊക്കെ ലൈവ് ആകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെഷനിൽ എന്നെ ഇവിടെ സംസാരിക്കാൻ അവസരം തന്ന സക്സസ് ബറിക്കും അതുപോലെ തന്നെ എല്ലാ ലീഡേഴ്സിനും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഫീൽഡിൽ ഇറങ്ങുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വിജയിക്കാം. അതിനുള്ള ആയുസ്സും ആരോഗ്യമൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും വിജയാശംസകൾ. ജയ് ഹിന്ദ്, ജയ് മൈലേഷ്. അസ്സലാമു അലൈക്കും.